السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. عن قيس بن وهب رضي الله عنه عن رجل من بني سوءة قال: قلت لعائشة رضي الله عنها: أخبريني عن خلق النبي صلى الله عليه وسلم. ഖൈസ് ബിൻ വഹബ് എന്നവരിൽ ബനൂ സൗഅ ഗോത്രത്തിൽപ്പെട്ട ഒരാളെ തൊട്ട് ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു: ഞാൻ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹായോട് ചോദിച്ചു, അഖ്ബിരീനി അൻ ഖുലുഖിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എനിക്ക് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞു തരൂ. നബി തങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞു തരൂ. ആയിഷ റളിയല്ലാഹു അൻഹാ നബി തങ്ങളുടെ ഭാര്യയാണല്ലോ, അവർക്കാണ് നബി തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പൊ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ ഫഖാലത്ത്, അവര് ചോദിച്ചു, അവമാ തഖറഉൽ ഖുർആൻ, നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? നിങ്ങൾ ഖുർആൻ ഓതാറില്ലേ? വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, ഖുർആനല്ലേ പറഞ്ഞത്, തീർച്ചയായും നബിയെ താങ്കൾ മഹത്തായ സ്വഭാവത്തിന്റെ മേലിലാകുന്നു എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? അപ്പൊ പിന്നെ തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് ചോദിക്കണോ? ഏറ്റവും മുന്തിയ സ്വഭാവം തന്നെ. എത്രയോ ഹദീസുകളിൽ മഹദി അവർകൾ പറഞ്ഞു, കാന ഖുലുഖുൽ ഖുർആൻ, നബി തങ്ങളുടെ സ്വഭാവം ഖുർആനാണ്. ഖുർആനാണെന്ന് പറഞ്ഞാൽ ഖുർആനിന്റെ നിർദ്ദേശങ്ങൾ, വിരോധനകൾ അപ്പടി അതിന്റെ പ്രകാശനമായിരുന്നു നബി തങ്ങളുടെ ജീവിതം. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുകയാണ്, കാന നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഅ സ്വഹാബിഹി, നബി തങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ കൂടെ കൂടെയായിരുന്നു. ഫസ്വനഅതു ലഹു തുആമൻ, അപ്പൊ തങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു ഭക്ഷണം പാകം ചെയ്തു, ഭക്ഷണം ഉണ്ടാക്കി. വസ്വനഅതു ലഹു ഹഫ്സതു തുആമൻ, അപ്പൊ മറ്റൊരു ഭാര്യയായ ഹഫ്സ റളിയല്ലാഹു അൻഹ അവരും ഭക്ഷണം ഉണ്ടാക്കി. ഫസബഖത്നി ഹഫ്സത്തു, അങ്ങനെ ആ ഭക്ഷണവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ഹഫ്സ റളിയല്ലാഹു അൻഹ എന്നെ മുൻകടന്നു എന്ന് പറഞ്ഞാൽ എന്റെ മുമ്പ് പോയി എന്നർത്ഥം. അപ്പോ ഫഖുൽതു ലിൽ ജാരിയത്തി, അപ്പൊ എന്റെ ദാസിയോട്, അടിമ സ്ത്രീയോട് ഞാൻ പറഞ്ഞു, ഇൻതലിഖി ഫഅക്ഫിഇ ഖസ്അതഹ, നീ ചെന്നിട്ട് ആ ഹഫ്സയുടെ ഭക്ഷണപാത്രം ഉണ്ടല്ലോ അത് പൊട്ടിക്കണം, അത് ഉടച്ചു കളയണം എന്ന് പറഞ്ഞു. അത് ഈ ഒന്നിലധികം ഭാര്യമാര് ഒരു ഭർത്താവിനുണ്ടാകുമ്പോൾ അവർക്കിടയിൽ ഈ സഹജമായ ഗൈറത്തുണ്ടാവും. ഭർത്താവിന്റെ അടുക്കൽ എനിക്കാണ് കൂടുതൽ സ്ഥാനം ഉണ്ടാകേണ്ടത്, എന്റെ സ്ഥാനം മറ്റവള് കയ്യേറാൻ പാടില്ല എന്നുള്ള ചിന്ത ഉണ്ടാവും. അങ്ങനെ അവർക്കിടയിൽ പല പിടിവലികളും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ സഹജമാണ്, അതൊക്കെ പൊറുക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് അവർക്ക് ലറത്ത് എന്ന് അറിയാം, ലറത്ത് സെക്കുളത്തി എന്ന് പറയും. ശരിക്കും മലയാളത്തിൽ ഷെക്ക് കൊളുത്തി എന്ന് പറയും. ഷെക്ക് കൊളുത്തി പറഞ്ഞാൽ മറ്റേ ഭാര്യയെ കുറിച്ച് ഈ ഭാര്യ ഒരു സംശയം ഉണ്ടാക്കും, ഇവളെ കുറിച്ച് മറ്റുള്ളൊരു സംശയം ഉണ്ടാക്കും. ഷെക്ക് കൊളുത്തി ലോപിച്ച് ചക്കുളത്തി. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ ഈ ദാസിയോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് അവളെ പാത്രം ഉടച്ചു കളയണം. അങ്ങനെ ഫഅഹ്വത്ത് അൻ തദഅഹ ബൈന യദൈ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹഫ്സ റളിയല്ലാഹു അൻഹ ആ ഭക്ഷണപാത്രം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പാകെ വെക്കാൻ വേണ്ടി ഇങ്ങനെ കുനിഞ്ഞു. അപ്പൊ ഈ ദാസി ചെന്നിട്ട് ഫകഫഅത്ഹാ, പൊട്ടിച്ചു, ഉടച്ചു. ഫൻകസറത്തിൽ ഖസ്വഅ, അപ്പോ ആ പ്ലേറ്റ്, ആ സാസർ അതെന്ത് ചെയ്തു, അത് ആകെ പൊട്ടി കഷ്ണങ്ങളായി. വൻതസറ ത്വഅമു, ഭക്ഷണം അതിങ്ങനെ ചിന്ന ഭിന്നമായിട്ട് അതിങ്ങനെ ഉതിർന്നു വീണ് അവിടെ ഇവിടേക്ക് അങ്ങനെ ചിന്നിച്ചിതറി കിടന്നു. അപ്പോ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദേഷ്യവും പ്രകടിപ്പിക്കാതെ ഫജമഅഹ നബിയു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ പാത്രത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിച്ച് കൂട്ടി. വമാ ഫീഹാ മിന ത്വആമി അലൽ അർളി, ആ പാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് തെറിച്ച് ഭൂമിക്ക് മുകളിൽ ഇങ്ങനെ ചിന്നിച്ചിതറി കിടന്ന ഭക്ഷണം ഉണ്ടല്ലോ അതും ഒരുമിച്ച് കൂട്ടി. അങ്ങനെ ഫഅക്കലു, അവരാ ഭക്ഷണം കഴിച്ചു.
ثم بعث بقصعة فدفعها النبي صلى الله عليه وسلم إلى حفصة. പിന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഞാൻ കൊടുത്തയച്ച പാത്രം, ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ കൊടുത്തയച്ച ആ പാത്രം അത് ഹഫ്സ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് കൊടുത്തയച്ച് അവർക്ക് നൽകി, അവർക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുദൂ ദുർഫൽ മക്കാന ദുർഫിക്കും, നിങ്ങളെ പൊട്ടിപ്പോയ പാത്രത്തിന്റെ പകരം പൊട്ടാത്തൊരു പാത്രം ഇതിരിക്കട്ടെ, ഇതിരിക്കട്ടെ. അങ്ങനെ വക്കുലൂ മാ ഫീഹാ, അതിലുള്ളത് നിങ്ങൾ കഴിച്ചോളൂ എന്നും പറഞ്ഞു. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഫമാ റഅയ്തുഹു ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനൊരു പ്രശ്നമുണ്ടായ ഭാവമേ നബി തങ്ങളുടെ മുഖത്തില്ല. നബി തങ്ങളുടെ സ്വഭാവത്തിന് മികവാണ്. അപ്പോ അങ്ങനൊക്കെ ഒരു വിഷയം ഉണ്ടായി, ഒരു ഭാര്യ മറ്റേ ഭാര്യയെ തഴയാനുള്ള ശ്രമത്തിനിടെ പാത്രമൊക്കെ പൊട്ടിച്ചു. പക്ഷെ അതൊന്നും നബി തങ്ങളെ ബാധിച്ചില്ല, തങ്ങൾ അതിനൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല. അതാണ് ഏറ്റവും മുന്തിയ സ്വഭാവമാണെന്ന് പറഞ്ഞിട്ട് ഖുർആൻ അത് സാക്ഷ്യപ്പെടുത്തിയല്ലോ എന്നും പറഞ്ഞു. ഇത് പല രീതിയിൽ ചരിത്രമുണ്ട്, ഹദീസ് ഉണ്ട്. മഹദിയവറുകൾ അതിനെ സാക്ഷീകരിക്കാനും പറയുന്ന ഒരു സംഭവമാണത്. ഇമാം ഇബ്നു അബി ഷൈബ റളിയല്ലാഹു അൻഹു തന്നെ മുസ്വന്നഫിൽ ഉദ്ധരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തെ ഹഖ് ജാഹു ബറക്കത്ത് കൊണ്ട് സാധുക്കളായ നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ചു തരുമാറാകട്ടെ. നമുക്ക് വലിയ ഇസ്സത്തും റിഫഅത്തും ഗലബത്തും ഹൈബത്തും ഖബൂലും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ശാരീരികമായി മാനസികമായി നമുക്കുള്ള എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു ഖൈറായ ആജിലായ പരിഹാരം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.